നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഡിസംബർ 31. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2025 വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം. പുതിയൊരു വർഷത്തെ നിറഞ്ഞ മനസ്സോടെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ലോകമെമ്പാടും ഉള്ള എല്ലാവരും. എന്തായാലും ലോകത്ത് ആദ്യം പുതുവർഷം എത്തുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും പരിചിതമായ, എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഏറ്റവും ചെറിയ ദ്വീപ് രാജ്യമായ കിരിബാത്തിയിലാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കിരിബാത്തിയിൽ 2026 തുറക്കുക. അതിനുശേഷം ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഈ പുതിയ വർഷം പിറക്കുകയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ആഘോഷങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം എന്നുള്ള നിർദ്ദേശം പോലീസും ഒക്കെ നൽകുന്നുമുണ്ട്. ഈ ഒരു വർഷം നമ്മെ പഠിപ്പിച്ച പാഠങ്ങളും അനുഭവങ്ങളും ഒക്കെ നിരവധിയാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തിൽ ഈ അനുഭവങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഒരു വിട പറയലല്ല സത്യത്തിൽ, പിന്നെയോ ഈ കഴിഞ്ഞതെല്ലാം ബോധത്തോടെ ഓർക്കാനും വരാനിരിക്കുന്ന നാളുകളെ വളരെ ശക്തമായും വ്യക്തമായും മനസ്സോടെ സ്വീകരിക്കാനുമുള്ള ഒരു ചെറിയ ഇടവേള എന്ന് മാത്രം മതി ഈ ഒരു ദിവസത്തെ നമുക്ക് കാണാൻ. അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകൾ പരിശോധിക്കാം. ആദ്യമായി പറയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. രാഷ്ട്രീയ തലത്തിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഈ പുതിയ വർഷത്തിലെങ്കിലും ആരാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ, അല്ലെങ്കിൽ ആരാണ് അയ്യപ്പൻ്റെ സ്വർണത്തിൽ അവിടെ ഒരു തിരിമറ നടത്തിയത് എന്ന് കേരളത്തിലെ ജനതയ്ക്ക്, ലോകത്തെ ജനതയ്ക്ക് അറിയാൻ പറ്റുമോ എന്നുള്ള ആകാംക്ഷയിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ 93ാമത് ശിവഗിരി തീർത്ഥാടന പുരോഗമിക്കുകയാണ്. വലിയ ആൾക്കൂട്ടമൊക്കെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ പ്രിയനടൻ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചിരുന്നു. ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കുകയാണ്. എന്തായാലും അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. 2026 വരവേൽക്കാൻ ഒരുങ്ങി ലോകം. വർണ്ണവിസ്മയമൊരുക്കി പുതുവർഷത്തെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ രാജ്യങ്ങൾ. ന്യൂ ഇയർ ആദ്യം എത്തുന്നത് പസഫിക് ദ്വീപായ കിരിബാത്തിയിൽ. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെ ആഘോഷത്തിമിർപ്പിൽ. സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം. ബാറുകൾ 12 മണിവരെ തുറന്നിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും SIT കസ്റ്റഡിയിൽ വാങ്ങും. D മണിക്ക് ഇറിഡിയം തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന സൂചന. കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ അന്വേഷണം സർക്കാർ ഉന്നതരിലേക്ക് നീക്കാൻ SIT. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത്. ഭൗതികദേഹം കൊച്ചിയിൽ നിന്നും മുടവൻ മുകളിലെ കേശവദേവ് റോഡിലെ വീട്ടിലെത്തിച്ചു. ആദരാഞ്ജലി അർപ്പിച്ച് ചലച്ചിത്ര, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ സംസ്കാരം ഇന്ന്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. ഓർമ്മയാകുന്നത് ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ശ്രീലങ്കയ്ക്കെതിരായി T20 പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. കാര്യവട്ടത്തെ അവസാന മത്സരത്തിൽ 15 റൺസിന്റെ വിജയം. 5 മത്സരങ്ങളുടെ പരമ്പര നേടിയ ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹം. ഷഫാലി വർമ്മ പരമ്പരയിലെ താരം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് രാജസ്ഥാനെതിരെ. മത്സരം അഹമ്മദാബാദിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം സർക്കാർ ഉന്നതരിലേക്ക് നീക്കാനാണ് SIT സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും SIT കസ്റ്റഡിയിൽ വാങ്ങും. D മണിക്ക് ഇറിഡിയം തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ട് എന്ന സൂചനയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നത്. രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു, PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു. ഇനി സ്വാഭാവികമായും ഈ കോടതി നേരത്തെ നിരീക്ഷിച്ചതുപോലെ, ചൂണ്ടിക്കാണിച്ചതുപോലെ വമ്പൻ സ്രാവുകളിലേക്ക് എത്തുന്നു അന്വേഷണം എന്ന സൂചനയാണോ ഇതിൽ നിന്നും ലഭിക്കുന്നത്? സ്വർണ്ണക്കടത്തുമായി, ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ആയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഉന്നതരിലേക്കടക്കം അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലടക്കം എത്തിയിരിക്കുന്നു. അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്യലുമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഇന്നലെ അന്വേഷണ സംഘം ഡി മണി എന്ന് സംശയിക്കുന്ന MS മണിയെ ചോദ്യം ചെയ്തിരുന്നു. MS മണിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ സംഘത്തിന് പ്രത്യേക തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ ഇറിഡിയം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് MM മണിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും പ്രതികളാണ് എന്ന വിവരം, ഒപ്പം തന്നെ ഇവരുടെ സാമ്പത്തിക വളർച്ച അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ഇവരെ കൂടുതലായി, പ്രത്യേകിച്ച് ഇവരിൽ നിന്നും വേണ്ട രീതിയിലുള്ള മൊഴികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഒരു പക്ഷേ ഇവരെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ പേര് ഉന്നതരിലേക്കടക്കമുള്ള അവരുടെ ബന്ധങ്ങളടക്കം പരിശോധിക്കുകയാണ്. നിലവിൽ 2 തവണയാണ് താൻ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് MS മണി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ കൂടുതൽ നേരത്തെ പ്രതികളായിട്ടുള്ള ഗോവർദ്ധനെയും അതുപോലെ തന്നെ ഭണ്ഡാരിയെയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഉന്നതരുമായുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ഒപ്പം തന്നെ PS പ്രശാന്തിനെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 2 മണിക്കൂറോളമാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇനി ഇവരെ ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘത്തിന് കൃത്യമായ മറ്റു വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഉള്ളത്. നിലവിൽ നമുക്കറിയാം, അന്വേഷണ സംഘത്തിലുള്ള ആളുകളുടെ എണ്ണം കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലടക്കം ഇവർ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് ആളുകളുടെ എണ്ണം 2 CIമാരുടെ എണ്ണം കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ ഇന്നലെയും കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമുണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വീണ്ടും അന്വേഷണ സംഘം പോവുകയാണ്. മറ്റൊരു ഘട്ടത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അടുത്ത ദിവസങ്ങളിൽ ഇവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലൂടെ ഉന്നതരിലേക്കുള്ള ബന്ധം സംബന്ധിച്ച് കൃത്യമായ വ്യക്തത വരുത്തുകയാണ്. അതേ സമയത്ത് തന്നെ MS മണിയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും ശ്രീകൃഷ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണൻ അടക്കം ഇന്നലെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളടക്കം, നേരത്തെ MS മണിയുമായി തനിക്ക് ഇപ്പോൾ ബന്ധമില്ല എന്ന വിവരമാണ് ഇടനിലക്കാരനായുള്ള ശ്രീകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ മൊഴികൾ വിശകലനം ചെയ്ത ശേഷം നേരത്തെ ഉള്ള പ്രതികളെ ഇവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘം ഒരു നിഗമനത്തിലേക്ക് എത്തും. നിലവിൽ MS മണിയുടെ പങ്ക് സംബന്ധിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങളടക്കം ഒരുപക്ഷെ അന്വേഷണ സംഘം അടുത്ത ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തുതന്നെയായാലും MS മണിയെ ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തും എന്ന് അറിയിച്ചിട്ട് തന്നെയാണ് അന്വേഷണ സംഘം വിട്ടയച്ചിരിക്കുന്നത്. ഏകദേശം 9 മണിക്കൂറോളം അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിരുന്നു. നിലവിലിപ്പോൾ അന്വേഷണ സംഘം വീണ്ടും പ്രതികളായിട്ടുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഉള്ളത്. രജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഈ രാഷ്ട്രീയപരമായി ഇതിനെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ തന്നെ പ്രതിപക്ഷം നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ നിരന്തരം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് CPMന്റെ ഉന്നതർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ വലിയ ബന്ധമുണ്ട് എന്നതായിരുന്നു. മാത്രമല്ല, SIT മുന്നോട്ട് പോകുന്നത് പാർട്ടിയെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുമാണ്. നേരത്തെ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച എല്ലാവരെയും എന്തായാലും ഇതുവരെയും SIT സംഘം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന വേളയിൽ മുൻ മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട PS പ്രശാന്ത്, അതുമാത്രവുമല്ല നേരത്തെ നമ്മൾ കണ്ടതാണ് പത്മകുമാറും N വാസുവും അടക്കമുള്ള CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ അന്വേഷണ മുനയിൽ നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയപരമായും CPMനെയും ഇടതുമുന്നണിയെയും സംബന്ധിച്ച് വലിയൊരു കനത്ത തിരിച്ചടിയിലേക്ക് തന്നെയല്ലേ പോവുക? തീർച്ചയായും രാഷ്ട്രീയപരമായി നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും CPMനെ ഏറെ കുടുക്കിയ വിഷയമാണ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ പ്രധാന പ്രതിയായിട്ടുള്ള പത്മകുമാർ, പ്രധാന പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടുള്ള, നേരത്തെ ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിട്ടുള്ളവർ എല്ലാവരും തന്നെ, ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും തന്നെ അറസ്റ്റിലേക്ക് പോയിട്ടുണ്ട് എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ 10 പേരുടെ
ലിസ്റ്റാണ് 10 പേര് പ്രതികളുടെ 10 പേരുടെ ലിസ്റ്റാണ് ചെയ്തിരുന്നത്. ആ പ്രതികളെ എല്ലാവരെയും, ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരെയും തന്നെ ഇതിനോടകം തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഉന്നതരുടെ പങ്ക് സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. കാരണം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയാതെ ഇതിൽ ശബരിമലയിൽ യാതൊരു തരത്തിലുള്ള തിരിമറികളും നടക്കില്ല എന്ന അന്വേഷണ സംഘത്തിനും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വരെ വ്യക്തമായ കാര്യമാണ്. ആ ഒരു കാര്യത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉന്നതരെന്ന് പറയുന്ന അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതിനുശേഷം ഏറ്റവും മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിലേക്ക് വരെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നതാണ്. ഇവരെ സംബന്ധിച്ച് 2 മണിക്കൂർ വീതമാണ് ഇരുവരെയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങൾ നേരത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തൻ്റെ അറിവോടുകൂടിയല്ല സ്വർണം പൂശൽ അടക്കമുള്ള നടപടികൾ നടന്നിട്ടുള്ളത് എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് സംഭാവന നൽകിയ ആളെന്ന നിലയിൽ അറിയാം എന്ന് മാത്രമാണ് അന്വേഷണ സംഘത്തോട് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്, മൊഴിയായി നൽകിയിരിക്കുന്നത്. ഈ മൊഴികളുടെയൊക്കെ കൂടെ പരിശോധനയുണ്ട്. ഈ മൊഴികൾ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ സംഘം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അതിന് മുന്നോടിയായാണിപ്പോൾ ഈ ഭണ്ഡാരിയെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ നടക്കുക. കാരണം ഈ ഉന്നതരുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചാണ്. കാരണം ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോകളും ഉൾപ്പെടെയുള്ളവ ഇതിനു മുമ്പ് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും അവ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആരോപണങ്ങൾ ശക്തമാണ്. വ്യവസായിയുടെ മൊഴിയുണ്ട്. വ്യവസായിയെ വീണ്ടും അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. കാരണം ഈ MS മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് വ്യവസായിയിൽ നിന്ന് ലഭിച്ച D മണി എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ D മണിയെ സംബന്ധിച്ച ഈ വ്യവസായിക്ക് ലഭിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായി തന്നെ വീണ്ടും ഈ വ്യവസായിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വ്യവസായിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി ശേഖരിക്കുകയും MS മണിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഉന്നതരിലേക്കടക്കം അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ഇപ്പോൾ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയൊന്നും അന്വേഷണ സംഘം അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നത് തന്നെയാണ്. കാരണം ഇവർ തമ്മിലുള്ള ബന്ധം മന്ത്രി എന്ന നിലയിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെ അവിടെ അന്വേഷണ സംഘം അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടുകയാണ്. ഇതുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഉൾപ്പെടെയുള്ളവരെ കൂടെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ഒരു പക്ഷേ ശരി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം മുൻ ദേവസ്വം മന്ത്രി അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ചോദ്യമുനയിലെത്തുമ്പോൾ രാഷ്ട്രീയപരമായും CPM-നും LDF-നും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമായിരിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. KFC വായ്പാ തട്ടിപ്പ് കേസിൽ മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ ചോദ്യം ചെയ്യലിനായി ഇന്ന് ED-ക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ജനുവരി 7-ന് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. KFC ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അൻവർ വായ്പ ദുരുപയോഗം നടത്തിയതായാണ് ED-യുടെ കണ്ടെത്തൽ. അൻവറിന്റെ ഡ്രൈവറിന്റെയും ബന്ധുക്കളുടെയും പേരുകളിലുള്ള ബിനാമി സ്ഥാപനങ്ങൾക്കാണ് 12 കോടി രൂപ വായ്പ അനുവദിച്ചത്. ഒരേ വസ്തു തന്നെ പണയം വെച്ച് വിവിധ ഘട്ടങ്ങളിലായി ലോൺ എടുത്തതായും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് ED അൻവറിന് നോട്ടീസ് നൽകിയിരുന്നത്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉമാ തോമസ് MLA സ്റ്റേഡിയത്തിന്റെ ഉടമകളായ GCDAക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നഷ്ടപരിഹാരം നൽകിയില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് പോൾ ജേക്കബ് വഴി നൽകിയ നോട്ടീസിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 29-ന് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തസന്ധ്യയ്ക്കിടയിലായിരുന്നു MLA താൽക്കാലിക വേദിയിൽ നിന്ന് വീണത്. സംഘാടകരുടെ വിശ്വാസ്യത പോലും പരിശോധിക്കാതെയാണ് GCDA സ്റ്റേഡിയം അനുവദിച്ചതെന്ന് നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ അതിജീവിതർക്കായി സർക്കാർ കൽപ്പറ്റ നഗരത്തിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ 200-ാം വീടിന്റെ മേൽക്കൂര പൂർത്തിയായി. ഫെബ്രുവരിയിൽ 300 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള പ്രവൃത്തി അതിവേഗതയിൽ പുരോഗമിക്കുകയാണ്. കൽപ്പറ്റ നഗരത്തിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പിലെ 200-ാം വീടിന്റെ മേൽക്കൂര പൂർത്തിയായി. ഒരു ദിവസം 6 മുതൽ 10 വരെ വീടുകൾ വാർക്കുന്നുണ്ട്. വയനാട്ടിലെ കടുത്ത തണുപ്പിനെ മറികടന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് പ്രവൃത്തി മുന്നേറുന്നത്.
തൊഴിലാളികളുടെ എണ്ണം 1400 കടന്നു. വരും ദിവസങ്ങളിൽ എണ്ണം 2500 ആകും. മുഴുവൻ വീടുകളുടെയും വാർപ്പ് ജനുവരി പകുതിക്ക് മുന്നേ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേൽക്കൂരയായ വീടിന് പുറമെ 79 വീടിൻ്റെ പില്ലറും ഉയർന്നു. വാർപ്പ് പൂർത്തിയായ വീടുകളിൽ പ്ലംബിംഗ്, തേപ്പ്, ഫ്ലോറിംഗ് പ്രവൃത്തികൾ അതിവേഗത്തിൽ പൂർത്തിയാകുന്നു. ടൗൺഷിപ്പിനുള്ളിലെ 11.72 കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. 5 സോണുകളെയും ബന്ധിപ്പിച്ചുള്ള 12 മീറ്റർ വീതിയുള്ള പ്രധാന പാതയും 9 മീറ്റർ വീതിയുള്ള 2 പാതകളും കല്ലിട്ട് നിരത്തി ആദ്യഘട്ട ടാറിങ്ങിന് സജ്ജമാണ്. വീടും പൊതുകെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന 35 ക്ലസ്റ്ററുകളിലേക്കുള്ള റോഡ് വെട്ടൽ പൂർത്തിയായി. 14-നായിരുന്നു ടൗൺഷിപ്പിൽ 100 വീടിൻ്റെ വാർപ്പ് പൂർത്തിയാക്കിയത്. 100 വീടിൻ്റെ വാർപ്പ് പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ 200 വീടെന്ന നിലയിലേക്ക് അതിവേഗം പ്രവൃത്തി മുന്നോട്ട് പോയി. മണിക്കൂറുകൾക്കുള്ളിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കുന്ന ബൂം പമ്പ് യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്. ഓട്ടത്തിനിടെ KSRTC ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. മലപ്പുറത്ത് നിന്നും ഗവിയിലേക്ക് പോയ KSRTCയുടെ ഉല്ലാസയാത്രാ ബസ്സാണ് കത്തിയത്. ഇന്നലെ രാത്രി കോട്ടയം മണിമലയ്ക്ക് സമീപം പഴയിടത്ത് വെച്ച് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ബസ്സിൽ 28 യാത്രക്കാർ ഉണ്ടായിരുന്നു. പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങിയത് മൂലം ആർക്കും പരിക്ക് പറ്റിയില്ല. വാഹനത്തിന്റെ പിറകുവശത്തു നിന്നുമാണ് ആദ്യം തീയും പുകയും ഉയർന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. പൊൻകുന്നത്ത് നിന്നും മറ്റൊരു KSRTC ബസ് കൊണ്ടുവന്ന് യാത്രക്കാരെ റാന്നിയിൽ എത്തിച്ചു. തൃശൂർ ചാലക്കുടി ചായ്പൻകുടിയിൽ വന്യമൃഗശല്യം രൂക്ഷം. ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതും ജനങ്ങളെ ആക്രമിക്കുന്നതും പ്രദേശത്ത് പതിവാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രദേശവാസി മരിച്ചിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആന, പന്നി, മ്ലാവ്, കുരങ്ങ്, മലയണ്ണാൻ, മാൻ തുടങ്ങി നിരവധി വന്യമൃഗങ്ങളാണ് നിരന്തരം ജനവാസ മേഖലയിലെത്തുന്നത്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചായ്പൻകുഴിയിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ പ്രദേശവാസി സുബ്രഹ്മണ്യൻ മരണപ്പെട്ടതോടെ നാട്ടുകാർ ഭീതിയിലായിരിക്കുകയാണ്. പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരും നിരവധിയാണ്. പന്നി ആക്രമിച്ചത് ഏകദേശം 2 വർഷം മുന്നേ വീടിന്റെ മുറ്റത്ത് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക രാത്രി 11 മണി സമയത്ത്. അപ്പോൾ വീട്ടിലെ നായ കുരയ്ക്കാനായിട്ട് ഞാൻ ടോർച്ചായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ടോർച്ച് അടിച്ചപ്പോൾ ഒരു പന്നി നിൽക്കുകയാണ്. പന്നി നിന്നപ്പോൾ ഞാൻ പട്ടികൾ ഓടിക്കിട്ടേന്ന് വെച്ചിട്ട് ഞാൻ ടോർച്ച് അടിച്ചു കൊടുത്തപ്പോൾ പന്നി പട്ടിയുടെ അടുത്തേക്ക് ആയിട്ടായിരിക്കും വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പട്ടികൾ മാറി, പക്ഷേ എനിക്ക് മാറാൻ പറ്റില്ല. എന്നെ കുത്തി മറിച്ചിട്ട് എൻ്റെ ബോധം പോയി. ഞാൻ അവിടെ വീണു. പരിക്ക് പറ്റിയത് എൻ്റെ കൈ മൊത്തം ഒടിഞ്ഞു തൂങ്ങി, പല്ല് മൊത്തം പോയി, നട്ടെല്ലൊടിഞ്ഞു, മൂക്കിൻ്റെ പാലം പൊട്ടി, തുടയെല്ല് പൊട്ടി, ഒരുപാട് പരിക്ക് പറ്റി. പട്ടി മണം പിടിച്ച് കഴിഞ്ഞ് ഈ കാട്ടുപന്നിയുടെ അടുത്ത് ചെന്നപ്പോൾ ഈ കാട്ടുപന്നി ഇതിനെ ആക്രമിച്ചു, ഈ നായനെ ആക്രമിച്ചു. നായ കരച്ചിൽ കേട്ടിട്ട് ഞാനും എൻ്റെ മകനും കൂടി ചെല്ലുമ്പോൾ ഇതിൻ്റെ കാല് ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയാണ്. കർഷകരും തോട്ടം തൊഴിലാളികളുമുള്ള മേഖലയിൽ ജോലിക്ക് പോകാൻ പോലും ജനങ്ങൾ ഭയക്കുകയാണ്. ഏതു നിമിഷവും വന്യമൃഗങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഏക്കർ കണക്കിന് കൃഷി നശിപ്പിക്കുന്നതും കർഷകരെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ പ്രദേശവാസി മരിച്ച സംഭവത്തിൽ നാട്ടുകാർ ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. 25 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഇടുക്കിയിലെ പീരുമേട് ടീ കമ്പനി തുറക്കാൻ വഴി തെളിയുന്നു. തോട്ടം ഉടമകളുമായും തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളുമായും ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് തോട്ടം തുറക്കാനുള്ള വഴി തുറന്നത്. 2000 ഡിസംബർ 13-നാണ് പീരുമേട് ടീ കമ്പനി ഉടമ ഉപേക്ഷിച്ചു പോയത്. ഇതിനുശേഷം മുഖ്യമന്ത്രി, തൊഴിൽ വ്യവസായ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ 150-ലധികം ചർച്ചകൾ നടന്നെങ്കിലും പരിഹാരമുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഉടമ തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും ട്രേഡ് യൂണിയനുകൾ അനുരഞ്ജനത്തിന് തയ്യാറാക്കുകയും ചെയ്തതോടെയാണ് തോട്ടം തുറക്കാനുള്ള സാധ്യത തെളിഞ്ഞത്. CIPയുടെ ചേംബറിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയുടെ ഭാഗമായി തോട്ടം തുറക്കണം എന്ന നിലയിലേക്ക് തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വവും തോട്ടം തുറക്കണമെന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശ ആനുകൂല്യങ്ങൾ അത് നൽകാൻ മാനേജ്മെൻറ്റ് തയ്യാറാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് തോട്ടം തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും. പ്രാഥമികമായി നടന്ന ചർച്ച ക്രിയാത്മകമായിരുന്നെന്നും
തുടർ ചർച്ച ഉണ്ടാകുമെന്നും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതികരിച്ചു. തോട്ടം പൂട്ടിയ സമയത്ത് കമ്പനി നൽകാനുള്ള നിയമപരമായ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകണമെന്ന ആവശ്യം ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചു. അതേസമയം തോട്ടവുമായി ബന്ധമില്ലാത്തവർ എസ്റ്റേറ്റ് ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവരെ ഒഴിപ്പിക്കാൻ ട്രേഡ് യൂണിയനുകൾ സഹകരിക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ ഇരുകൂട്ടരും അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഇതോടെ തോട്ടം വീണ്ടും തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. അമൃത ന്യൂസ്, ഇടുക്കി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഭൗതികദേഹം കൊച്ചിയിൽ നിന്നും മുടവൻമുകളിലെ കേശവദേവ റോഡിലെ വീട്ടിലെത്തിച്ചു. ചലച്ചിത്ര, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. വൈകിട്ട് മുടവൻമുകളിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. കൊച്ചിയിൽ നിന്നും മൃതദേഹം പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. നിരവധി സിനിമാ ലോകത്തെ പ്രമുഖരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി വീട്ടിലെത്തുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി ചികിത്സയിലിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി രോഗം മൂർച്ഛിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പെട്ടെന്ന് വിയോഗം ഉണ്ടാകുന്നത്. അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ. ഇപ്പോൾ രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? ലിജിൻ, ഇപ്പോൾ ഞാനുള്ളത് മോഹൻലാലിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലാണ്. നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം ഇന്നലെ ഉച്ചയോട് കൂടിയാണ് അവരുടെ മരണമുണ്ടാകുന്നത്. അതിനുശേഷം കൊച്ചിയിലെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നും ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. പുലർച്ചയോടുകൂടി ഭൗതികദേഹം തിരുവനന്തപുരത്ത് മുടവൻമുകളിലുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 4 മണിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് ഉള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും നടക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടത്തിയ അതിനോട് ചേർന്ന് തന്നെയാണ് അമ്മയ്ക്കും അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഭൗതികദേഹം പൊതുദർശനത്തിനായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ, സിനിമാ മേഖലയിൽ നിരവധി പ്രമുഖർ തിരുവനന്തപുരത്തെത്തിയും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മോഹൻലാൽ കളിച്ചു വളർന്ന, അല്ലെങ്കിൽ മോഹൻലാൽ വളർന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ വീടിനോട് ചേർന്നുള്ള ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ ഭൗതികദേഹവും തിരികെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷം മുമ്പ് പക്ഷാഘാതത്തെ തുടർന്നാണ് തിരുവനന്തപുരത്തും ചികിത്സാർത്ഥം അമ്മയെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. കൊച്ചിയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി തന്നെ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ തുടർന്നു വന്നിരുന്നത്. അതിനു ശേഷം കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ആരോഗ്യം കൂടുതൽ ക്ഷയിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നത്. ചികിത്സ പിന്നീട് വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശാന്തകുമാരി അമ്മയുടെ മരണം ഉണ്ടാകുന്നത്. അതിനുശേഷം കൊച്ചിയിൽ തുടർന്ന പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മുടവൻമുകളിലെ വീടിനോട് ചേർന്ന് തന്നെ വിശ്വനാഥൻ നായർ, മോഹൻലാലിൻ്റെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയതിന് സമീപത്തായി തന്നെയാണ് അമ്മയുടെയും സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. നിരവധി പ്രമുഖർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 4 മണി വരെ പൊതുദർശനം ഈ വീട്ടിൽ തന്നെ തുടരും. അതിനുശേഷമായിരിക്കും സംസ്കാരം നടത്തുക. നിരവധി ആളുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം കഴിഞ്ഞ 89ാം പിറന്നാളടക്കം കൊച്ചിയിൽ വളരെ ആഘോഷപരമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം തീരെ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അമ്മയ്ക്ക് തീരെ വയ്യാതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് അമ്മ എത്തി നിൽക്കുന്നത്. നടക്കും മോഹൻലാൽ വേദിയിലടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചതുപോലും ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം നേരെ എത്തിയത് തന്നെ അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട്. അത്ര കണ്ടൊരു ആത്മബന്ധം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അമ്മമാരോടൊരു എല്ലാവർക്കും ഉള്ള തരത്തിൽ തന്നെ അദ്ദേഹത്തിനും ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾക്കും എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അമ്മയെ കാണുന്നതിനും അമ്മയുടെ അടുത്തേക്ക് എത്തുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിശ്വശാന്തി, അവരുടെ രണ്ടുപേരുടെയും പേരുകൾ ചേർത്തുകൊണ്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ തയ്യാറാക്കുകയും വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നിരവധി പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വന്നത്. അത്തരത്തിൽ അച്ഛനോടും അമ്മയോടും ഉള്ള ഒരു ആത്മബന്ധവും അവരോടുള്ള സ്നേഹവും പലപ്പോഴായി നമുക്ക് പല വേദികളിലായി മോഹൻലാലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അത്ര കണ്ട് ആത്മബന്ധത്തോടു കൂടി കഴിഞ്ഞിരുന്ന അമ്മയുടെ വിടവാങ്ങൽ ആ ഒരു ഘട്ടത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് തന്നെ അമ്മയുടെ ഭൗതികദേഹം തിരികെ എത്തിക്കണമെന്ന മോഹൻലാൽ തന്നെയാണ് സുഹൃത്തുക്കളോട് പറയുകയും അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും അച്ഛൻ അന്തി ഉറങ്ങുന്ന അതിന് സമീപം തന്നെ അമ്മയ്ക്കും സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം അദ്ദേഹം സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും അങ്ങനെ ഭൗതികദേഹം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വസതിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇപ്പോഴും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകളും ഇവിടെ ഉണ്ട്. അവർക്ക് പലതരത്തിലുള്ള ഓർമ്മകളാണ് മോഹൻലാലിൻ്റെ അമ്മയും അച്ഛനും. രജിത്ത്, അതോടൊപ്പം തന്നെ നേരത്തെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ പല വേദികളിലും മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വാചാലനാവുകയായിരുന്നു. മാത്രമല്ല ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതായത് ഈ പിന്നീട് പല കാര്യങ്ങളും അമ്മയോട് സംസാരിക്കാൻ പഴയതുപോലെ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് അസുഖത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ തമ്മിൽ കണ്ണുകൾ കൊണ്ട് സംഭാഷണം നടത്താറുണ്ട്. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, അമ്മ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഇതാ മോഹൻലാലിൻ്റെ അമ്മ വിടവാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും എല്ലാവർക്കും വളരെ സുപരിചിത കൂടിയാണ് ഈ മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴും ഈ ആദരാഞ്ജലി അർപ്പിക്കുവാനായി ഇങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ ഒഴുകിയെത്തുന്നത്. തീർച്ചയായും നമുക്കറിയാം മോഹൻലാലിനെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു നടനെ ലോകത്തിന് സംഭാവന ചെയ്ത ആളെന്ന നിലയിൽ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെയും തന്നെ എല്ലാവരും എപ്പോഴും സസൂക്ഷ്മം അല്ലെങ്കിൽ സശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് മോഹൻലാലിനെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്വഭാവ രൂപീകരണത്തിലടക്കം കൃത്യമായ പങ്കുവഹിച്ചിട്ടുള്ള അമ്മയുടെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഏറെ ആവേശത്തോടു കൂടിയാണ് ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ശാന്തകുമാരി അമ്മ എന്ന് പറയുന്നത് ലോകത്ത് ജനങ്ങൾക്ക് ഒപ്പം തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കണ്ട് ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ആളുകളുടെ ഒരു വരവ് മോഹൻലാലിൻ്റെ അമ്മ എന്നതിനപ്പുറം മോഹൻലാലിനെ പാകപ്പെടുത്തിയ ആൾ എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു അറിവ് ലോകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, നാട്ടുകാർക്കടക്കം ഇവിടെ അവർ വന്ന് താമസിച്ച് ചെറുപ്പം മുതൽ തന്നെ മോഹൻലാലിനെ കണ്ടു വളർന്ന ആളുകളാണ് ഈ മുഴുവൻ മുകൾ പ്രദേശത്തുള്ള ആളുകളൊക്കെയും തന്നെ. അവർക്കൊക്കെയും ഏറെ സുപരിചിതയാണ് ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അന്ത്യവിശ്രമം ഇവിടെ തന്നെ ആകണം എന്ന ഒരു തീരുമാനത്തിലേക്കും മോഹൻലാൽ അടക്കമുള്ളവർ എത്തിയത് എന്ന് നമുക്ക് കരുതാൻ കഴിയും. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം മുമ്പാണ് ഇവർക്ക് പക്ഷാഘാതം അടക്കമുണ്ടാകുന്നത്. അതിനുശേഷം ചികിത്സാർത്ഥം തന്നെ കൊച്ചിയിലേക്ക് പോവുകയും അവിടെ പ്രത്യേകമായി വീടെടുത്തുകൊണ്ട് തന്നെ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പലപ്പോഴായി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം അമ്മയെ കാണാൻ പലപ്പോഴായി കൊച്ചിയിലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം. പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം അമ്മയുടെ കാര്യങ്ങൾക്കായി ഓടിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴായി കാണാനും കഴിഞ്ഞിട്ടുണ്ട്.
അത്തരത്തിൽ ഒരു ആത്മബന്ധം പലപ്പോഴായി അവർ തുടർന്നു വന്നിരുന്നു. ആ ആത്മബന്ധം പലപ്പോഴായി മോഹൻലാൽ ബ്ലോഗുകളിലൂടെ അടക്കം അത് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പുകളിൽ നിന്ന് തന്നെ മലയാളികൾക്കൊക്കെയും ഇവർ തമ്മിലുള്ള ബന്ധവും ആ ഒരു സ്നേഹബന്ധവും ഒക്കെ എല്ലാവർക്കും അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവർ തുടർച്ചയായി അറിഞ്ഞു വന്നിരുന്നു. ഒരുപക്ഷെ ശാന്തകുമാരി അമ്മയുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബ്ലോഗുകളിലൂടെയുള്ള മോഹൻലാലിൻ്റെ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെയും അദ്ദേഹം ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിലൂടെയൊക്കെ കൃത്യമായി തന്നെ മലയാളികളും അറിഞ്ഞിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൊച്ചിയിലടക്കം നമുക്കറിയാം ഭൗതികദേഹം പൊതുദർശനത്തിനായി വെച്ച അവിടെ ഭൗതികദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് വരെ പൊതുദർശനത്തിന് തുടർച്ചയായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് പുലർച്ചയോടുകൂടി തിരുവനന്തപുരത്ത് മുടവൻമുകളിലെ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആളുകൾ തുടർച്ചയായി ഇവിടേക്ക് ഭൗതികദേഹം കാണുന്നതിനായി എത്തുന്നു എന്നത് തന്നെയാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭൗതികദേഹത്തിനൊപ്പം തന്നെ അവിടെ ഉണ്ട് എന്നതാണ്. അദ്ദേഹം ഓരോരുത്തരായി അദ്ദേഹത്തെ കണ്ട് ആശ്വസിപ്പിക്കുകയും ഒപ്പം തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു. മോഹൻലാലിനൊപ്പം പ്രവർത്തിച്ചവർ ഒപ്പം തന്നെ നാട്ടുകാരായ ആളുകൾ ഒക്കെയും തന്നെ ഇവിടെ. ശരി രജിത്ത്, എന്തായാലും നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം വൈകിട്ടാണ് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കുക. ഇപ്പോഴും നിരവധി ആളുകൾ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാവുന്നത് പോലെ മോഹൻലാലും അമ്മയുമായിട്ടുള്ള ബന്ധം, ആത്മബന്ധം വളരെ ഗാഢമായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അമ്മയെയും മലയാളികൾക്കൊക്കെ തന്നെ സുപരിചിതമായിരുന്നു. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതോടെ ശബരിമല വീണ്ടും ഭക്തജന തിരക്കിലേക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് നട തുറന്നത് മുതൽ 57,000-ന് മുകളിൽ ഭക്തരാണ് മല ചവിട്ടിയത്. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾക്ക് മുന്നിൽ ഭക്തരുടെ നീണ്ട നിര മണിക്കൂറുകളോളം തുടർന്നു. പുലർച്ചെ നട തുറന്നത് മുതൽ ഇന്നും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ശബരിമലയിൽ ഉള്ളത്. വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഈ തിരക്ക്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ലിജിൻ, ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഏറെ നേരം ഈ ക്യൂ നിന്നുകൊണ്ട് വേണം അയ്യപ്പ ദർശനം നടത്താൻ എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് ഭക്തർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് അയ്യപ്പ ദർശനത്തിന് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. ഇവിടെ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പ ദർശനം നന്നായി അയ്യപ്പ ദർശനം നടത്തിയതിനു ശേഷം മാത്രമാണ് അവർക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും മണിക്കൂറുകൾ നീണ്ട ഒരു ക്യൂ, ഇതിനായുള്ളൊരു കാത്തിരിപ്പ് അവർക്ക് വേണ്ടി വരുന്നു എന്നൊരു പരാതി അവർ ചെറുതായിട്ടെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ മകരവിളക്ക് തുടക്കം കുറിച്ചപ്പോൾ ഈ സമയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ കഴിഞ്ഞ 2 ദിവസം നട അടച്ചിട്ടിരിക്കുകയായിരുന്നു മണ്ഡലപൂജയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ ഉച്ച മുതൽ മല ചവിട്ടിയ ഭക്തരുടെ എണ്ണം ഏകദേശം 57,256 ഭക്തജനങ്ങളാണ് മല ചവിട്ടിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയും പുലർച്ചെയും ഒക്കെയായി മല ചവിട്ടിയ ഭക്തർ ഒക്കെ തന്നെ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയവരും ഈ ഹരിവരാസനത്തിന് ശേഷം നടയിൽ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്തിച്ചേർന്നവരൊക്കെ ഈ സന്നിധാനത്ത് വിരിവെച്ച് അവർ അവിടെ തങ്ങുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ദർശനം നടത്തിയ ശേഷമാണ് അവരും മടങ്ങിയത്. ഒപ്പം തന്നെ രാവിലെ തന്നെ അയ്യപ്പന്മാർ നിരവധി ഈ സന്നിധാനത്തൊക്കെ വരുന്നുണ്ട്. ആ ഒരു തിരക്കും ഇപ്പോൾ ശബരിമലയിൽ ദർശനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഫ്ലൈ ഓവറുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ ഫ്ലൈ ഓവറിൽ നിന്ന് ഇറങ്ങി സന്നിധാനത്തേക്ക് ശ്രീകോവിലേക്ക് പോകുന്ന ഭക്തരാണ്. ഈ ഫ്ലൈ ഓവറിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. 18-ാം പടി ചവിട്ടി ശ്രീകോവിലിൻ്റെ ഇടതുവശത്തു കൂടി ഫ്ലൈ ഓവറിലേക്ക് കയറുമ്പോൾ ആ ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഫ്ലൈ ഓവർ ആൾക്കാർ അല്ലെങ്കിൽ അയ്യപ്പന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വിജനമായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത്തരത്തിൽ അയ്യപ്പന്മാർക്ക് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ദർശനം സാധ്യമാകുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇത്തരത്തിൽ ഫ്ലൈ ഓവറുകൾ നിറഞ്ഞ ഈ അയ്യപ്പന്മാർ ഈ അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഏതായാലും ഇപ്പോഴും നിരവധി ഭക്തർ അയ്യപ്പ ദർശനം കാത്ത് ഈ നടപ്പന്തലിലുമൊക്കെ ക്യൂവിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നിലയ്ക്കലിലും ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾക്ക് മുന്നിലും വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അവിടെ അയ്യപ്പന്മാർ ഏറെ നേരം മണിക്കൂറുകൾ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഈ സ്പോട്ട് ബുക്കിംഗ്
ബുക്കിംഗ് സാധ്യമായി അവർ ഈ ശബരിമലയിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ ഇന്നും ഒരു തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ പോലീസും മറ്റു വിവിധ വകുപ്പുകളും ചേർന്ന് ഒരുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ അയ്യപ്പന്മാർക്ക് ഈ മണിക്കൂറുകൾ നീണ്ട ഒരു ക്യൂ നിൽക്കേണ്ടി വരുന്നത് അവരൊരു ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുണ്ട്. ലിജി, ശരി, എന്തായാലും ശബരിമലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോഴുമുള്ളത്. ക്രമീകരണങ്ങളുണ്ട് എങ്കിലും ഭക്തർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ചിക്കിംഗ് മാനേജറുടെ ഭീഷണി. വിദ്യാർത്ഥികൾ സഹോദരങ്ങളെ വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായി. ഇടപ്പള്ളി ചിക്കിംഗ് ഔട്ട്ലെറ്റിൽ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ഇരു കൂട്ടർക്കും എതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇപ്പോഴേ എടുത്തത്, ഇപ്പൊ ചൂടായിട്ട് കയറി വരുമ്പോ ഞാൻ എടുത്തത്. ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചൂടായി വരുമ്പോ ഞാൻ എന്താ കാണിക്കണ്ടേ? പിന്നെ ഞാൻ ഇപ്പോഴാണ് എടുത്തത്. ഇപ്പോ ഇയാൾ ചൂടായി വരണുണ്ടപ്പോ ഞാൻ ഇത്ര നേരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചൂടായി വരുമ്പോ എനിക്ക് എന്തെങ്കിലും വേണ്ടേ? എന്ത് ഞാൻ ഇപ്പോഴെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്ക്. ഇയാളാരാ? കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ സാധാരണഗതിയിൽ ഈ കറി കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് സാധാരണ പലയിടത്തും നമ്മൾ കേട്ടതാണ് വഴക്കുണ്ടാകുന്നത്. ഇതിപ്പോൾ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞു എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ മാനേജറോട് സംസാരിക്കുന്നതും മാനേജറുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകുന്നതും. എന്താണ് നിലവിലത്തെ സാഹചര്യം? ലിജിന്, ഇത് ചൊവ്വാഴ്ച നടന്ന ഒരു സംഭവമാണ്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടി ഇടപ്പള്ളിയിലെ ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിൽ സാൻഡ്വിച്ച് വാങ്ങാനെത്തിയ വിദ്യാർത്ഥികളാണ് ഈ സാൻഡ്വിച്ചിൽ ചിക്കൻ്റെ അളവ് കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇതിനെ തുടർന്ന് ഈ മാനേജർ ദേഷ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ വിദ്യാർത്ഥികൾ ഇതേ ഔട്ട്ലെറ്റിൽ ഇവിടെ സാൻഡ്വിച്ച് വാങ്ങാനെത്തിയപ്പോൾ ഇതിൽ ചിക്കൻ്റെ അളവ് കുറവ് കാണുമെന്ന് കണ്ടെത്തി ഇന്നലെ ഇവരിത് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇത് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അയാൾ വിദ്യാർത്ഥികളോട് ദേഷ്യപ്പെടുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇതോടെ ഇയാൾ കൂടുതൽ കോപാകുലനായി വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ പേടിച്ച് തങ്ങളുടെ സഹോദരങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. സഹോദരൻ എത്തിയതോടെ ഇയാളുടെ ഭാവമൊക്കെ മാറി. ചെക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർ വാച്ചൊക്കെ കയ്യിൽ നിന്നും അഴിച്ചു മാറ്റി ഒരു കത്തിയുമൊക്കെ എടുത്ത് ഈ സഹോദരനെതിരെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇയാൾ ഈ ഔട്ട്ലെറ്റിന് വെളിയിൽ വന്ന ഈ വിദ്യാർത്ഥികളിൽ ഒരാളുടെ സഹോദരനും ഈ ചെക്കിങ്ങിൻ്റെ മാനേജറും തമ്മിൽ തർക്കം നടക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ പിന്നിലൂടെ വന്ന് ഈ മാനേജറെ പിടിച്ച് ഇയാളുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചെടുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് പോലീസ് സമീപത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടാണ് ഈ ഇരു കൂട്ടരെയും പിടിച്ചു മാറ്റിയത്. പിന്നാലെ ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അതേസമയം ഈ വിദ്യാർത്ഥികളുടെ സഹോദരൻ പറയുന്നത് തങ്ങൾ 2:45 ഈ സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും രാത്രി വരെ പോലീസ് അവിടെ സ്റ്റേഷനിൽ ഇവരെ നിർത്തുകയായിരുന്നു. ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് ആരോപിക്കുന്നത്. ഏതായാലും കേസുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. കത്തിക്കാട്ടി വിദ്യാർത്ഥികളെയും സഹോദരനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. ഇരു കൂട്ടർക്കുമെതിരെ ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികളെക്കുറിച്ച് ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കേസ് ഒഴിവാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാനേജറെ കയ്യേറ്റം ചെയ്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സഹോദരനെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയും കേസുണ്ട്. അതേപോലെ തന്നെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയതിന് മാനേജർക്കെതിരെയും കേസുണ്ട്. ലിജൻ, ശരി, എന്തായാലും ഒരു ചിക്കനും സാൻഡ്വിച്ചും അവസാനം കേസ് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. രണ്ടായിരത്തി 2026 വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകരാജ്യങ്ങളെല്ലാം. പല നഗരങ്ങളിലും വർണ്ണാഭമായ വെടിക്കെട്ടുകളോടെയും മറ്റ് ആഘോഷങ്ങളിലൂടെയുമാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി ക്ലോക്കിലെ സൂചി കൃത്യം 12 മണിയിലെത്തുമ്പോൾ ലോകം പുതുവത്സരാഘോഷത്തിലേക്ക് കടക്കും. 2026 കൗണ്ട് ഡൗൺ ആരംഭിച്ചുവെങ്കിലും എല്ലാ രാജ്യങ്ങളിലും പുതുവർഷം ആഘോഷിക്കുന്നത് ഒരേ സമയത്തല്ല. ഭൂമിയുടെ ഭ്രമണം, സമയം എന്നിവയിലെ വ്യത്യാസമാണ് ഇതിന് കാരണം.
4000 വർഷങ്ങൾക്ക് മുൻപ് ബാലിലോണിയക്കാരാണ് പുതുവർഷാഘോഷത്തിന് തുടക്കം കുറിച്ചതെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് 2ാം പകുതിയോടെ എത്തുന്ന പൗർണമി ദിനമാണ് ഇവർ പുതുവത്സരാഘോഷത്തിനായി തിരഞ്ഞെടുത്തത്. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനമായിരുന്നു ഇത്. മെസപ്പട്ടോമിയയിലും ഇതേ ദിവസം തന്നെ പുതുവത്സരാഘോഷത്തിനായി തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഇന്ന് മിക്കയിടങ്ങളിലും ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അവസാന മാസത്തിലെ അവസാന ദിനമായ ഡിസംബർ 31 രാത്രിയിലാണ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പുതുവത്സര ദിനമായ ജനുവരി 1-ാം തീയതിയിലേക്കും ആഘോഷങ്ങൾ നീളുന്നു. ലോകത്ത് പുതുവർഷം ആദ്യം ആഘോഷിക്കുന്നത് പസഫിക് ദ്വീപ് രാജ്യങ്ങളായ ടോങ്ക, സമോവ, കിരിബതി എന്നിവിടങ്ങളിലാണ്. 2025 ന്യൂ ഇയർ ആദ്യം പിറന്നത് കിരിബത്തിയിലാണ്. ഇത്തവണയും ആദ്യം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന രാജ്യവും ഇതുതന്നെയാണ്. കിരിബത്തിക്ക് പിന്നാലെ അയൽ രാജ്യമായ ടോങ്കയും സമോവയും പുതുവത്സരാഘോഷത്തിലേക്ക് കടക്കും. ഇന്ത്യൻ സമയത്തേക്കാൾ 8.5 മണിക്കൂർ മുന്നിലാണ് ഇവിടുത്തെ സമയം. പുതുവർഷം ആഘോഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 41-ാം സ്ഥാനത്താണ്. അമേരിക്കയ്ക്കടുത്തുള്ള ജനവാസ ദ്വീപുകളായ ഹൗലാൻഡ്, ബേക്കർ ദ്വീപുകൾ എന്നിവയാണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന അവസാന സ്ഥലങ്ങൾ. പുതിയ തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പൂവണിയും എന്ന പ്രത്യാശയോടെ മികച്ച മാറ്റങ്ങൾക്ക് തുടക്കമിടാനുള്ള നല്ല സമയം കൂടിയാണ് പുതുവർഷം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. പുതുവത്സരത്തെ വരവേൽക്കാൻ കൊച്ചിയും ഒരുങ്ങിക്കഴിഞ്ഞു. പുതുവത്സര രാത്രിയിൽ കത്തിക്കാൻ ഇത്തവണ കൊച്ചിയിൽ 2ഇടത്തായാണ് ഭീമൻ പാപ്പാഞ്ഞികൾ ഒരുങ്ങിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയാകെ ആഘോഷത്തിമിർപ്പിലുമാണ്. വെളി ഗ്രൗണ്ടിലെ കൂറ്റൻ ക്രിസ്മസ് ട്രീ കാണാൻ ഇന്നലെ രാത്രിയും 10,000ങ്ങളാണ് എത്തിയത്. ക്രിസ്മസ് നാളുകളിൽ തുടങ്ങുന്നതാണ് കൊച്ചിയിലെ ആഘോഷരാവുകൾ. ഫോർട്ട് കൊച്ചിയിലെ വെളിഗ്രൗണ്ടിൽ രാത്രികളിൽ വൻ ജനത്തിരക്കാണ് ഇത്തവണയും. 1.5 ലക്ഷത്തിലധികം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച കൂറ്റൻ ക്രിസ്മസ് ട്രീയാണ് ഇവിടെ പ്രധാന ആകർഷണം. മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മഴമരം സെൽഫികളിലും റീലുകളിലും തരംഗമായി കഴിഞ്ഞു. ലഘുഭക്ഷണശാലകളും കളിപ്പാട്ടങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും മറ്റും വിപണനവുമൊക്കെയായി ഉത്സവ ലഹരിയാണ് ഒരുക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. ഈ 25-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആകെ ടൈറ്റായി പോയി ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നൂറ്റാണ്ടുകളായുള്ള പതിവാണ് പുതുവത്സരത്തെ വരവേറ്റ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ്. പോയ വർഷത്തെ ദുഃഖങ്ങളും നഷ്ടങ്ങളും എല്ലാം അഗ്നിക്കിരയാക്കി സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രതീകമാണ് പാപ്പാഞ്ഞി കത്തിക്കൽ. ഇത്തവണ 2ഇടത്തായാണ് ഭീമൻ പാപ്പാഞ്ഞികൾ ഒരുങ്ങിയിരിക്കുന്നത്. എറണാകുളം ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും നിരവധി ആളുകളാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളിവിടെ ഏഷ്യത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാനും പിന്നെ ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കാണാനാണ് വന്നത്. അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടമായി. ഗാലഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ വെളിഗ്രൗണ്ടിലും കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിലുമാണ് ഭീമൻ പാപ്പാഞ്ഞിമാരെ ഒരുക്കിയിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പുതുവർഷത്തിൽ കേരളത്തിൽ ഹരിത സഞ്ചാരം നടത്തി നെതർലാൻഡ്സിൽ നിന്നെത്തിയ കുടുംബം. നെതർലാൻഡ് സ്വദേശികളായ മാക്സ്, ഭാര്യ സൂസൻ, മകൻ സാം എന്നിവരാണ് സൈക്കിളിൽ കേരളം ചുറ്റുന്നത്. പ്രകൃതിയോട് ചേർന്നാണ് ഈ കുടുംബത്തിൻ്റെ യാത്ര. മാക്സും സൂസനും സാമും നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ശേഷമാണ് കേരളത്തിലെത്തിയത്. എവിടെ പോയാലും ഇവർ സൈക്കിളുമായാണ് യാത്ര ചെയ്യുക. ആ രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കറക്കം ഈ സൈക്കിളുകളിൽ തന്നെയാണ്. രണ്ട് സൈക്കിളുകളിൽ ഒന്നിൻ്റെ പിന്നിലായി കുട്ടിക്ക് വേണ്ടി പ്രത്യേക സീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. സൈക്കിളിൻ്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന സാം ഉറങ്ങാനായി പിന്നിലെ സീറ്റിലേക്ക് മാറും. 40ഓളം രാജ്യങ്ങൾ ഇവർ സന്ദർശിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഒപ്പം കൊണ്ടുവന്ന സൈക്കിളുകളിലാണ് തുടർന്നുള്ള യാത്രകൾ നടത്തുന്നത്. കേരളം അതിസുന്ദരമായ പ്രദേശമാണെന്നും ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമായെന്നും മാക്സ് പറഞ്ഞു. My experience so far is amazing. The people in Kerala are beautiful people. They are so kind, helpful. They greet along the way. They tell me 1,000 times Happy Christmas, and cycling here makes us really happy. So we're happy to be here. The Kerala food is beautiful, and we came especially to this place to do bird watching, and especially the nature here in Kerala
I love it. And the food is also really good. Yeah, Kerala food. തൃശൂർ, അതിരപ്പള്ളി, തട്ടേക്കാട് വഴി മൂന്നാറിലേക്കാണ് ഇത്തവണ പുതുവർഷം ആഘോഷിക്കാൻ ഈ കുടുംബത്തിന്റെ സഞ്ചാരം. ടീച്ചിങ്, IT മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇവർ കേരളത്തിൽ കുറച്ചുനാൾ ചിലവിട്ട ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകും. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഇവരുടെ സഞ്ചാരം മലയാളികൾക്കും ടൂറിസത്തിനും ഒരു പുതിയ സന്ദേശമാണ് നൽകുന്നത്. Nice to meet you. അമൃത ന്യൂസ്, കൊച്ചി. 2 വൃക്കകളും തകരാറിലായ യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന 27-കാരനായ മായാണ്ടിയാണ് വൃക്കകൾ തകരാറിലായതോടെ ദുരിതത്തിലായത്. ഭാര്യയുടെയും 10 മാസം പ്രായമായ കുഞ്ഞിൻ്റെയും ഏക ആശ്രയമാണ് മായാണ്ടി. 20 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറിയതാണ് മാരിയപ്പനും കുടുംബവും. കപ്പലണ്ടി കച്ചവടവും വീട്ടുജോലിയും മകൻ മായാണ്ടിയുടെ 2 വീലർ വർക്ക്ഷോപ്പുമൊക്കെയായി ഉള്ളതുകൊണ്ട് സന്തുഷ്ടമായി കഴിഞ്ഞിരുന്ന കുടുംബം. പക്ഷേ ആ സന്തോഷവും സമാധാനവും അധികം നീണ്ടു നിന്നില്ല. 27-കാരനായ മകൻ മായാണ്ടിക്ക് ഒരു പനി വന്നു. ടെസ്റ്റുകളിൽ ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 ആണെന്ന് കണ്ടെത്തി. അതോടെ ആ കൊച്ചു കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതായി. നാലു വർഷം മുൻപാണ് മായാണ്ടിയുടെ വിവാഹം കഴിഞ്ഞത്. 24-കാരി ഭാര്യയ്ക്കും 10 മാസം പ്രായമുള്ള കുഞ്ഞിനും ഏക ആശ്രയം മായാണ്ടിയാണ്. അസുഖബാധിതനായതോടെ വരുമാനവും നിലച്ചു. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ. ഓരോ തവണയും 3000 മുതൽ 6000 രൂപ വരെ ചെലവ് വരും. ഈ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണത്. താമസിക്കുന്ന വീടിന്റെ വാടക പോലും 2 മാസമായി കൊടുത്തിട്ടില്ല. നാട്ടുകാരുടെയും ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും സഹായത്തോടെയാണ് ഇതുവരെ കഴിഞ്ഞുപോയത്. കിഡ്നി മാറ്റിവെച്ചാൽ മായാണ്ടിയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും മരുന്നുകൾക്കുമൊക്കെയായി ഏകദേശം 10 ലക്ഷം രൂപ വേണം. റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കുടുംബം. என் ஹஸ்பண்டுக்குன்னு பிரச்சனை வந்து இப்போ 2 மாதம் ஆகுது. கிட்னி ப்ராப்ளம் உண்டுன்ட்டு. எனக்கு வச்சு இப்போ பிறந்து 10 மாதம் ஆகுது. சிறிய பிள்ளை. டாக்டர்ஸ் ட்ரீட்மெண்ட் எடுத்துகிட்டு இருக்காங்க. டயாலிசிஸ் பண்ணி பின்ன டிரான்ஸ்பிளான்ட் பண்ணதுக்கான டெஸ்ட்டெல்லாம் எடுத்து பார்ப்போம். ஒரு 4 மாதம் கூட போட்டோம் அந்த மாதிரி சொல்லியிருக்காங்க. ரேஷன் கார்டு இல்லாமல் இல்லாட்ட நமக்கு அங்கே கவர்மெண்ட்லையாவது பார்ப்பாங்க. நீங்கள் வெளியில் போய் இப்போ பார்த்துட்டு வாங்க அப்படின்னு சொன்ன பிறகு தான் எல்லாரும் பைசா பிரித்து எனக்கு 10,80,000 கொடுத்து இப்போ 2 லட்சத்துக்கு மேலே செலவாயாச்சு. வெளியில் கடன் வாங்கியாச்சு. நீ யார்கிட்ட போய் நம்ம வாங்க முடியும்? இனிமேல் ஊருக்காரங்க தான் எனக்கு எப்படியாவது சகாயிக்கணும். என் பிள்ளை காண்டினாலும் பார்க்கணும்ட்டு நான் எல்லாத்துட்டையும் கேட்டிருக்கு. 10 മാസം മാത്രം പ്രായമായ മായാണ്ടിയുടെ കുഞ്ഞിനുള്ള പാല് പോലും നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാങ്ങുന്നത്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ മായാണ്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകൂ. ആരോഗ്യം വീണ്ടു കിട്ടിയാൽ എങ്ങനെയും അധ്വാനിച്ച് ജീവിക്കാമെന്ന വിശ്വാസത്തിലാണ് ഈ കൊച്ചു കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാരം ഇന്ന്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ധാക്കയിലെ ഷെയറിലെ ബംഗ്ലാ നഗറിൽ സിയാവ് ഉദ്യാനിൽ ഭർത്താവ് സിയാവൂർ റഹ്മാന്റെ ഖബറിടത്തിന് സമീപമാകും ഖാലിദയുടെയും അന്ത്യവിശ്രമം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. ഖാലിദ സിയയുടെ നിര്യാണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും 1 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ വിപണിയിലെ മാറ്റവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.
ഡിസംബറിലെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായിരുന്ന ഇന്നലെ നഷ്ടത്തിലായിരുന്ന വ്യാപാരം അവസാനിച്ചത്. സാധാരണഗതിയിൽ ഇങ്ങനെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുമ്പോൾ വിപണിയിൽ നഷ്ടമായിരുന്നെങ്കിൽ അടുത്ത പുതിയ സീരീസ് തുടങ്ങുമ്പോൾ ഇന്ന് ജനുവരി സീരീസിന്റെ തുടക്കമാണ്. നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മാത്രമല്ല ആഗോള സാഹചര്യങ്ങളും അനുകൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നേട്ടത്തിൽ തുടങ്ങുമെന്ന് തന്നെ കരുതുന്നത്. മുൻനിര സൂചികയായി നിഫ്റ്റി 26,000 എന്ന നിലവാരത്തിന് താഴെയാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് 26,000 മുകളിൽ തന്നെ വ്യാപാരം തുടങ്ങിയേക്കും. മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലം തന്നെയാണ്. HDFC, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികളിലെ ബാങ്ക് നിഫ്റ്റിയിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കുപോക്കുകൾ നടക്കുന്നതിനാൽ അത്തരം ഓഹരികളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. എങ്കിൽ കൂടിയും ഇന്നലെ ഒരു തിരിച്ചുവരവ് ബാങ്കിങ് ഓഹരികളിലും പ്രത്യേകിച്ച് ബാങ്കിങ് സൂചികയിലും കണ്ടിരുന്നു. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആകെയുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിൽ തന്നെയാണ്. ഇന്നലെയും അവർ 2,000 കോടി രൂപയുടെ വിൽപ്പന നടത്തി. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ നിർണായകമായിരിക്കും. ശരി, അതാണ് ഇന്നത്തെ വിപണിയിലെ മാറ്റങ്ങൾ. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് ആലപ്പുഴ പുളിങ്കുന്നിൽ സംഘടിപ്പിച്ച ത്രിദിന പരിശീലന പരിപാടി സമാപിച്ചു. കുട്ടനാട്ടുകാരുടെ തലവേദനയായ പോളയിൽ നിന്നും ജൈവവള നിർമ്മാണം പരിശീലിപ്പിക്കുന്ന ത്രിദിന പരിപാടിക്കാണ് ചൊവ്വാഴ്ച സമാപനമായത്. 13 വീട്ടമ്മമാർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വിനോദിനി രമേശിന്റെ നേതൃത്വത്തിൽ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് ഇന്ത്യയിലുടനീളം പോള കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സമൂഹത്തെ കണ്ടെത്താൻ മുന്നിട്ടിറങ്ങിയതാണ് പുതിയ കണ്ടെത്തലിന് വഴിത്തിരിവായത്. സംഘത്തിന്റെ പ്രഥമ പഠനം പുളിങ്കുന്നിൽ പോളകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയും അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതുമായിരുന്നു. സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് സ്കൂളിന് കീഴിലുള്ള E4 ലൈഫ് PhD വിദ്യാർത്ഥി അജി അബ്ബയുടെ ഗവേഷണ വിഷയമാണ് പോളയിൽ നിന്നുള്ള ജൈവവള നിർമ്മാണം. നൈജീരിയൻ സ്വദേശിയായ അജി അബ്ബ മാസങ്ങളോളം കായൽ പോള കേന്ദ്രീകരിച്ച് നടത്തിയ ഗവേഷണമാണ് ഒടുവിൽ ഫലം കണ്ടത്. The idea was audio motivation. Water hyacinth, it's one of the invasive species that is well known. It's introduced in India for a long time. But the idea was water hyacinth, it's one of the challenges faced by rural community, more especially like Kutanat region. പോളയും വൈക്കോലും ഉണങ്ങിയ വാഴയിലയും ഒരു പ്രത്യേക അളവിൽ ചേർത്ത് കൃത്യമായ ഇടവേള കൊണ്ട് ജൈവവളം നിർമ്മിക്കുന്നത് എങ്ങനെയെന്നതായിരുന്നു അജിയുടെ കണ്ടെത്തൽ. ഇത് നിർമ്മിക്കുന്നതിനുള്ള പരിശീലനമാണ് 13ഓളം വീട്ടമ്മമാർക്ക് ആദ്യഘട്ടത്തിൽ നൽകിയത്. അങ്ങനെ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് എന്നും തലവേദന സൃഷ്ടിക്കുന്ന പോളയിൽ നിന്ന് വീട്ടമ്മമാർക്ക് വരുമാന മാർഗത്തിനായുള്ള വഴി കണ്ടെത്തുകയായിരുന്നു അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് അധികൃതർ. ഞങ്ങളുടെ തോട്ടിൽ നിന്ന് പോള വാഴുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് ജനിച്ചു വളർന്നപ്പം പോലുള്ള അവസ്ഥയല്ല ഞങ്ങളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരത്തിലും തോട്ടിലൊന്നും ഇറങ്ങാനും പറ്റത്തില്ല. തോള കാരണം ഈ സഞ്ചാരയോഗ്യമല്ലാത്ത തോടാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ അത് വാരി ഇത് ഒരു ഇതാക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുമല്ല നമ്മുടെ അമ്മമാർക്കും സഹോദരികൾക്കും ഒരു തൊഴിലും ഒരു വരുമാന മാർഗവും അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സമാപന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം CV രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയമ്മ ജയപ്രകാശ് അധ്യക്ഷയായി. കുസാറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പ്രിൻസിപ്പൽ പ്രൊഫസർ രവിശങ്കർ, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ശബരിനാഥ് S, ഫാദർ ടോം പുത്തൻകുളം, റിട്ടയർഡ് എഞ്ചിനീയർ ജോർജ് മാത്യു, AS വിശ്വനാഥൻ, വിദ്യാർത്ഥി അജി അബ്ബ എന്നിവർ സംസാരിച്ചു. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ശ്രമഫലമായി കണ്ടെത്തിയ ഈ ജൈവവളം ഭാവി തലമുറയ്ക്ക് ശുദ്ധജലവും കൃഷിസ്ഥലങ്ങളിൽ ജൈവ വൈവിധ്യവും ഉറപ്പുവരുത്താൻ സാധിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാവുന്ന ഗവേഷണ ഉൽപ്പന്നമായി മാറുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. കാര്യവട്ടത്ത് നടന്ന അവസാന മത്സരത്തിൽ 15 റൺസിന് വിജയിച്ചാണ് 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കളിയിലെ താരമായപ്പോൾ ഷഫാലി വർമ്മയാണ് പരമ്പരയിലെ താരം. കാര്യവട്ടത്തെ മണ്ണിൽ നിന്നും സമ്പൂർണ്ണ ആധിപത്യവും റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് ഇന്ത്യൻ വനിതകൾ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരിയത്. അവസാന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുത്തു. ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും അടങ്ങിയ മുൻനിര നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. 43 പന്തുകൾ നേരിട്ട ഹർമൻ ഒരു സിക്സറും 9 ഫോറുകളും ഉൾപ്പെടെ 68 റൺസ് എടുത്തു. മധ്യനിരയിൽ റിച്ച ഘോഷും ദീപ്തി ശർമ്മയും നിരാശപ്പെടുത്തിയപ്പോൾ അമൻജോത് കൗറിന്റെ ഇന്നിംഗ്സ് ഇന്ത്യക്ക് കരുത്തായി.
അവസാന ഓവറുകളിൽ തകർത്തടിച്ച അരുന്ധതി റെഡ്ഡി ഇന്ത്യക്ക് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചു. മറുപടി ബാറ്റിംഗിൽ നായകൻ ചമരി അട്ടപ്പെട്ടവനെ ശ്രീലങ്കയ്ക്ക് തുടക്കത്തിലെ നഷ്ടമായി. പിന്നീട് അർദ്ധ സെഞ്ചുറി നേടിയ ഹസീനി പെരേര, ഇമീഷ ദുലാനി എന്നിവർ മികച്ച പ്രകടനം പുറത്തെടുത്തു. എന്നാൽ 15 റൺസ് അകലെ ലങ്കൻ പോരാട്ടം അവസാനിച്ചു. ഇതിനിടെ T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ വനിതാ ബൗളർ ദീപ്തി ശർമ്മ 153 വിക്കറ്റുമായി റെക്കോർഡിട്ടു. ഓസ്ട്രേലിയൻ ബൗളർ മേക്കൻ സ്കൗട്ടിന്റെ റെക്കോർഡാണ് ദീപ്തി തകർത്തത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ കളിയിലെ താരമായപ്പോൾ ഷഫാലി വർമ്മയാണ് പരമ്പരയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. എന്തായാലും പുതിയ പ്രതീക്ഷകളുമായി എല്ലാവരും പുതിയ വർഷത്തെ വരവേൽക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക.